പക്ഷെ അഖിൽമാരാർ കൊട്ടാരക്കര കോൺഗ്രസിൽ മത്സരിക്കാതിരുന്ന ഒരു കണക്കിന് നന്നായി. കാരണം സവർക്കറെ ആരാധിക്കുകയും ഗാന്ധിയെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അഖിൽമാരാർ ഒരിക്കലും കോൺഗ്രസിന്റെ MLA ആയിരിക്കാൻ യോഗ്യനല്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ശരിക്കും ഏതാ പാർട്ടി? സ്വതന്ത്രൻ. എപ്പോഴും സ്വതന്ത്രനാ. കഴിഞ്ഞ 8 വർഷം, ആക്ച്വലി 8 വർഷമായിട്ട് സ്വതന്ത്രൻ. ആ സ്വതന്ത്രനിൽ നിന്ന് ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചത് മാറ്റി നിർത്തിയാൽ ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. 32 വർഷം ആൻഡമാൻ ജയിലിൽ കിടന്ന് മരിച്ച അനുഭവിച്ച മനുഷ്യന്റെ പേരറിയോ? രാജ് സിംഗ്. ആരാണ്? രാജ് പുരോഹിത് അല്ലേ? അല്ല, ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മൗലാന അലാവുദ്ദീൻ ഹൈദർ അലി. അദ്ദേഹം അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മക്ക മസ്ജിദിലെ ഇമാമായിരുന്ന അദ്ദേഹം 500 ആളുകളെ കൂട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത. അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിച്ചാൽ നാളെ മുതൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാം. നിങ്ങൾ ആക്ഷേപിക്കുന്നതൊക്കെ കേൾക്കണം. ആരെ? മൗലവി ഇതിന്റെ പേര് പറ. അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കൂ, അപ്പൊ ഞാൻ പറയാം, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിക്കും. അഖിലിന്റെ നിലപാട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അഖിൽ പറഞ്ഞത് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയിട്ടാ രാഷ്ട്രീയത്തിൽ വന്നു. പക്ഷെ ഇതേ അഖില് തന്നെ അഖിലിന് സ്ഥാനം കിട്ടിയില്ലെന്നും പണം കിട്ടിയില്ലെന്നും പണം വീതം വെച്ചതിൽ കിട്ടിയില്ല എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അഖില് തന്നെ രാഷ്ട്രീയോട് പറഞ്ഞ അഖിലിന്റെ പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനാണെന്ന്. പൊളിറ്റിക്സ് ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന ഒരാൾ എങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടുക? ഞാൻ പറയാം. അല്ല, പാവപ്പെട്ടവർക്ക് പോരാടാൻ രാഷ്ട്രീയമാണോന്നില്ലോ? വേണ്ട. ഞാൻ ഒരുപാട് പോലീസ് സ്റ്റേഷനുകളിലും ഒരുപക്ഷെ ഞാൻ പ്രവർത്തിച്ച ചുരുങ്ങിയ സമയം വില്ലേജ് പഞ്ചായത്ത് സെക്രട്ടറി പിടിച്ച് പൂട്ടിയിട്ടതിന്റെയും വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചതിന്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയതിന്റെ കേസുകൾ എനിക്ക് ഒരുപാടുണ്ട്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? അന്ന് ഞാൻ പോയി ഇത് ചോദ്യം ചെയ്യുമ്പോൾ നീ ആരടാ എന്നൊരു ചോദ്യമുണ്ട്. ഇത് ചോദിക്കാൻ നീ ആരടാ? ഞാൻ നിയമസാമാജികനായി ചെന്നാൽ ഇവൻ ആ ചോദ്യം ചോദിക്കുവോ? എന്റെ പൊന്നോ വേണ്ട.